അതും നമുക്ക് ലോ പ്രൈസിൽ കൊടുക്കും. ലോ പ്രൈസിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ. മോഡൽ എത്ര? 6,30,000-ന് 2017 VDI. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? 18 VXI സിംഗിൾ ഓണർഷിപ്പ് ഉള്ളത്. 30,000 കിലോമീറ്റർ മാത്രം ഓടിയാണ്. 30,000 കിലോമീറ്റർ അല്ലേ? 6 month വാറന്റി ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇന്റീരിയർ ആണ്. 17 വണ്ടിക്ക് എത്ര ചോദിക്കുന്നത്? ഇതിന് 4,40. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ഒരു രൂപ പോലും മുടക്കാതെ വണ്ടി സ്വന്തമാക്കാം. 2014 ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള 58,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആസ്റ്റ ഓപ്ഷൻ ആണ് വരുന്നത്. 58,000 പ്രോപ്പർ ഹിസ്റ്ററി. ഹലോ ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഗൈസ്, ഇവിടെ ഒരുപാട് വണ്ടികളൊന്നും സ്റ്റോക്ക് ഇല്ല, എന്നാലും നമുക്ക് ആവശ്യമുള്ള ജനപ്രിയ വാഹനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. റിഡ്സ്, സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഐ10, സ്വിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സെലേറിയോ, ബ്രസ, ഒരു റയർ സാധനം ഹോണ്ടൻ്റെ ബ്രിയ, നല്ല റെഡ് കളർ കിഡിലം വണ്ടി കേട്ടോ. അപ്പോൾ ഈ ചെറിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. മാക്സിമം നമ്മുടെ പ്രേക്ഷകർക്ക് റേറ്റ് കുറച്ചിട്ടായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വണ്ടികളൊക്കെ തരാൻ പോകുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് കേട്ടോ. പിന്നെ ഏത് വണ്ടി എടുക്കുമ്പോഴും മാക്സിമം അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പഴങ്ങാടി മാട്ടൂർ എന്ന പ്രദേശത്താണ് കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മുനീർക്ക പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിന്റെ ഓണർ ആയിട്ടുള്ള മുനീർക്കാണ്. മുനീർക്ക, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മാട്ടൂൽ എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഷോറൂം ഏകദേശം 1 മാസം കൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. അതിന്റെ മുൻപായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഏകദേശം എത്ര വണ്ടികൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്? ഏകദേശം മാസം ഒരു 10 to 15 വണ്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്ന വണ്ടി മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ്, ഫ്ലഡ്, അങ്ങനെ എന്തെങ്കിലും വണ്ടി ആ ഒരു ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, ആ ഒരു ഗ്യാരണ്ടി നമുക്ക് കസ്റ്റമേഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്, എന്തെങ്കിലും കിലോമീറ്റർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അതെ ഇപ്പൊ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഡോറ്, ഡിക്കി, ബോണറ്റ്, അങ്ങനെ ചില വണ്ടികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് കസ്റ്റമറോട് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വണ്ടികൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് എന്താണ് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്ക് ഈ ഒരു ഓണം സീസൺ പ്രമാണിച്ചുകൊണ്ട് നമുക്കിപ്പോ വണ്ടി എടുക്കുന്നവർക്കായിട്ട് ഫുൾ ടാങ്ക് ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഫുൾ ടാങ്ക് ഫ്യൂവൽ ഈ ഒരു മാസം. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് ഫുൾ ടാങ്ക് ഫ്യൂവൽ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ മുനീർക്ക് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ ക്വാളിറ്റി? വണ്ടികൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എനിക്കിപ്പോ യൂസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഞാൻ വണ്ടി എടുക്കുന്നത്, ആ രീതിയിലാണ് വണ്ടി എടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു വർഷം 2 വർഷം എത്രയാണ് ഉപയോഗിക്കുന്നത്, ആ രീതിയിലുള്ള വണ്ടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഏകദേശം 7 വർഷത്തോളം മാരുതി ഷോറൂമിൽ വർക്ക് ചെയ്താ. മാരുതിന്റെ ഷോറൂമിൽ. അതെ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അത്രയും ധൈര്യത്തോടു കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ സാധിക്കൂലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ടൈം കളയാതെ ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ടാലോ? ഓക്കെ, കമോൺ ഗൈസ്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഐ10 തുടങ്ങാല്ലേ? കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണല്ലേ? ഓക്കെ. ഇത് എത്ര മോഡല്? 2014 ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള 58,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആസ്റ്റ ഓപ്ഷൻ ആണ് വരുന്നത്. 58,000 പ്രോപ്പർ ഹിസ്റ്ററി. അതെ, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഹുണ്ടായിൽ കറക്റ്റ് ഹിസ്റ്ററി. ഓക്കെ. വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ശതമാനം ടയർ വരുന്നുണ്ട്? ടയർ ഏകദേശം 50 ഉണ്ട്. ഡീസൽ, പെട്രോൾ? എത്ര മൈലേജ് കിട്ടും പെട്രോളിൽ? മൈലേജ് ഒരു 12 to 15 പ്രതീക്ഷിക്കാം. കീല സെന്റർ ഒക്കെ ഉണ്ട് അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് വരുന്നില്ല അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ AC, അത് എല്ലാ ഭാഗങ്ങളും പ്രോപ്പർ വർക്കിംഗ് അല്ലേ? എല്ലാ വർക്കിംഗ്. ഒരു അപാകത ഒന്നും ഇല്ലല്ലോ? കറക്റ്റ് സർവീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിക്ക് എത്ര നമ്മൾ ആസ്ക് ചെയ്യണേ? 3,40,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 3,40,000 ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഒരു 50,000 രൂപയുടെ താഴെ കാണുകയാണെങ്കിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കി കൂടെ. നല്ല ട്രാക്കും സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വണ്ടി കൂടെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഐ10 താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹോണ്ടൻ്റെ ഒരു റയർ സാധനം പരിചയപ്പെടാം. നമ്മൾ റോഡിലൊക്കെ റയർ ആയിട്ട് കാണുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ബ്രിയോ. മോഡൽ എത്രയാണിത്? 2015 SMT അല്ലേ?
ഓക്കെ KL 10 നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണല്ലോ. ഓക്കെ ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 83,000 കിലോമീറ്റർ. അത് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ ഇത് ഓപ്ഷൻ ഏതായിരുന്നു? SMT. ഓക്കെ അപ്പൊ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ പുത്തൻ ടയറാണ്. 4 പുതിയ ടയറില്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കും. മൈലേജ് എത്ര കിട്ടും പെട്രോൾ? മൈലേജ് ഏകദേശം അതന്നെ ഒരു 12 to 15 ആ റേഞ്ച്. 12-15 റേഞ്ച് നമുക്ക് നല്ല റോഡിൽ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പുറകുവശമാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? പുറകുവശത്ത് കാണുമ്പോഴാണ് ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. നമ്മൾ ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ ഒരു അമേസിന്റെ ഒക്കെ ലുക്ക് ആണെങ്കിൽ പുറകുന്ന ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു വാഹനമാണ്. പിന്നെ ഡിക്കി സ്പേസ് കുറവായിരിക്കും അല്ലേ? വളരെ കുറവായിരിക്കും. ഓക്കെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. ഗിയർ നോബ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അതൊക്കെ പക്ക വർക്കിംഗ് അല്ലേ? ചേഞ്ച് ചെയ്താണല്ലേ? അതുപോലെ തന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടിയാണ്. 4 door പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല റിലയബിൾ ആണ്. തീർച്ചയായിട്ടും മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും പൊതുവെ. എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് 3,60,000 ആണ്. 360. ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ലോൺ ഏകദേശം 3 ലക്ഷം രൂപ വരെ ലോൺ. 3 ലക്ഷം രൂപ ലോൺ കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ഹോണ്ടന്റെ ബ്രിയ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നല്ലൊരു പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. ഓക്കെ അപ്പൊ അടുത്തായിട്ട് നമുക്ക് സ്വിഫ്റ്റ് പരിചയപ്പെടാം. കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെ അല്ലേ? മോഡൽ എത്രയാണ്? 2018 VXi സിംഗിൾ ഓണർഷിപ്പ് ഉള്ളത്. 30,000 കിലോമീറ്റർ മാത്രം ഓടിയാ. 30,000 കിലോമീറ്റർ അല്ലേ? 6 month വാറന്റി ഉണ്ട്. ഓക്കെ വണ്ടിക്ക് എഞ്ചിന് ഗിയർ ബോക്സും. ഓക്കെ എഞ്ചിന് ഗിയർ ബോക്സും കാരണം 6 മാസം വാറന്റി ഉള്ള വണ്ടിയാണ്. 30,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അത് പ്രോപ്പർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം ഒരു 30% അറേഞ്ച് ഉണ്ടാവും. 30% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒരു ഡോർ മാറിയിട്ടുണ്ട്. റിയർ ഡോർ മാറിയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് കൊടുക്കാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ റിയർ സെൻസർ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ബമ്പർ ടു ബമ്പർ ഇൻഷൂർ ഇപ്പൊ പുതിയത് നെക്സ്റ്റ് ഓഗസ്റ്റ് വരെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ്. സീരിയോ, എയർ ബാഗ്, 4 door പവർ വിൻഡോ വരുന്ന ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഏകദേശം 18 കിട്ടും. കമ്പനി 21 പറയുന്നുണ്ട്. 18ഓളം മൈലേജ് കിട്ടും. നമ്മളെ സാധാരണ റോഡിൽ ഒരു 18ഓളം കിട്ടും. എത്രയാണ് സ്വിഫ്റ്റിന് ചോദിക്കുന്നത് നമ്മള്? ഇതിന് 5,70,000. 5,70,000 അല്ലേ? എത്ര ലോൺ ചെയ്യാം നമുക്ക്? ലോണ് മാക്സിമം ഒരു 5,25 വരെ ചെയ്യാം. 5,25,000 വരെ ലോൺ ചെയ്യാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് വന്നാക്കാം. ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് i10 പരിചയപ്പെടാം. പഴയ i10 മോഡൽ എത്ര? 2013 മോഡൽ. മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 75,000 കിലോമീറ്റർ മാത്രം ഓടിയാ. സിംഗിൾ ഓണറോ? അതെ. സിംഗിൾ ഓണർ 75,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 1.2 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? അപ്പൊ ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു വാഹനമാണ്. കൂടാതെ ചെറിയ ഉപയോഗം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? കറക്റ്റ് സർവീസ് ആയിരിക്കും. സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊന്നും അത്യാവശ്യം തരക്കേടില്ല അല്ലേ? എത്രയാണ് ആസ്കിന്? 2,10,000. 2,10,000. എത്ര ലോൺ ചെയ്യാം നമുക്ക്? ലോൺ ഒരു 1,60,000 ചെയ്യാം. 1,60,000 വരെ ലോണും കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും നമുക്ക് ലോൺ കൊടുത്തു. ലോൺ ചെയ്യാം. നിങ്ങൾ തന്നെ ഫാസ്റ്റസ്റ്റ് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൂലേ? 3 days കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം. പാസ്സായി കൊടുക്കാം അല്ലേ? ലോണും കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്തായിട്ട് സ്വിഫ്റ്റ് പെട്രോൾ അല്ലേ? മോഡൽ എത്ര? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള LXi ഓപ്ഷനിൽ വരുന്നത്. LXi ഓപ്ഷനിൽ ഫ്രണ്ട് പവർ വിൻഡോ വരും, എയർ ബാഗ്, റിമോട്ട് സെന്റർ ലോക്ക്, മ്യൂസിക് സിസ്റ്റം അതൊക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കണം? 93. അത് കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർ അല്ലേ? 2017. ഓക്കെ കറക്റ്റ് ഹിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും മേജർ മൈനർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഏകദേശം അതന്നെ ഒരു 18 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കുക. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ആണ്. 17 വണ്ടിക്ക് എത്ര ചോദിക്കണേ? ഇതിന് 4,40. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ 1 രൂപ പോലും മുടക്കാതെ വണ്ടി സ്വന്തമാക്കാം. ഓക്കെ 1 രൂപ പോലും മുടക്കാതെ അത്യാവശ്യം നല്ലൊരു സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്വിഫ്റ്റ് സ്വന്തമാക്കാം. മൈലേജും കിട്ടും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് റിഡ്സ് ഡീസൽ നമുക്കൊരു 15ഉം 16ഉം കൂടി ഉണ്ട് നമ്മുടെ യാർഡിലുള്ളത്. 15, 16. 15 സ്വിഫ്റ്റും ഉണ്ട്, സെയിം ഗ്രേ തന്നെ. 15 സ്വിഫ്റ്റും ഉണ്ട്, 16 സ്വിഫ്റ്റും ഉണ്ട്. ഓക്കെ അപ്പൊ സ്വിഫ്റ്റ് വേണ്ടവര് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ അപ്പൊ അടുത്തായിട്ട് നമുക്ക് റിഡ്സ് പരിചയപ്പെടാം. കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെ അല്ലേ? 2011 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഡീസൽ VDI ഫാൻസി നമ്പർ ഡീസൽ അല്ലേ? അതെ. ഓക്കെ 2011 സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഏകദേശം 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷം. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ?
ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ ആണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എ സി ഒക്കെ പക്കാ കൂളിംഗ് അല്ലേ? കൂളിംഗ് ആണല്ലേ. സീറ്റ് കാർക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലേ? മെക്കാനിക്കൽ പരമായിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഡീസൽ 20ഓളം മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. ലോണ് കിട്ടൂലേ വണ്ടിക്ക്? ലോൺ കിട്ടും. 1.5 ലോൺ കിട്ടും. ലോൺ എത്ര ആസ്കിയാണ് അപ്പൊ? ഇതിന് 2,30,000 2,30,000 1.5 രൂപയിലും ലോൺ കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് റിഡ്സ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് i20 പരിചയപ്പെടാം. മോഡൽ എത്രയാണിത്? 2011 ആസ്റ്റ ഡീസലാണ്. ഡീസൽ 2011 ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡിലെ. എത്ര കിലോമീറ്റർ ആണ് ഓടിയുള്ളത്? കിലോമീറ്റർ ഏകദേശം 1.20. 1.20 ഓക്കെ. ഡീസലാണ് 1.20 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട് അതിന്? ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പോൾ സർവീസ് റീസെൽ ഇവിടെ തന്നെ ഹുണ്ടായി തന്നെ ചെയ്യുന്ന വണ്ടിയാണ്. എന്തെങ്കിലും അപാകത റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ? ആസ്റ്റയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 4 അലോയ് വീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം 50+ ഉണ്ട് അല്ലേ? ഓക്കെ. ഡീസൽ ആയതുകൊണ്ട് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? മൈലേജ് ഏകദേശം 18 to 20 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. പ്രതീക്ഷിക്കാം അല്ലേ? ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? ഒരു പ്രശ്നമില്ല. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇതിന് 2 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 2 ലക്ഷം രൂപ അല്ലേ? അതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കൂല? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? 1,60,000 വരെ ലോൺ ചെയ്യാൻ പറ്റും. 1.5 ലക്ഷം രൂപ 1.60 ആ റേഞ്ച് ലോൺ കിട്ടും. ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ i20 സ്വന്തമാക്കുക. ഡീസൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഏകദേശം 18-20 ആ റേഞ്ച് തന്നെ. നല്ല വൃത്തിയുള്ളൊരു വണ്ടി, കാണാനും അത്യാവശ്യം ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. മൈലേജും കിട്ടും. ഓക്കെ. നമുക്ക് അടുത്തായിട്ട് എസ്ക്രോസ് പരിചയപ്പെടാം. ഡീസലോ പെട്രോളോ? ഡീസൽ 2016 സിംഗിൾ ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ? 80,000 കിലോമീറ്റർ ഓടി. 80,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ്? റീപ്ലേസ്മെന്റ് ഒരു ഡോർ മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ആണ്. അപ്പോൾ 4 അലോയ് വീൽസും ഒരു ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡോറിന്റെ ഗ്ലാസ് ഒന്ന് നോക്കട്ടെ. ഇല്ല, മാറിയില്ല. ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോ, ഓഫ്ലൈൻ നാവിഗേഷൻ അതൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നില്ല. എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ അല്ല വണ്ടിക്ക്? പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മള്? ഇതിന് 6 ലക്ഷം രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 6 ലക്ഷം രൂപ? അതെ. ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കും. മെക്കാനിക്കൽ പക്ക. 6 ലക്ഷം രൂപ അല്ലേ? ഓക്കെ. എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? അതെ, ചെയ്യാം. ലോൺ എത്ര ചെയ്യാം നമുക്ക്? ലോൺ മാക്സിമം ഫുൾ ലോൺ ചെയ്യാം. ഫുള്ള് ലോൺ വേണ്ടവർക്ക് അത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. നമുക്ക് അടുത്തായിട്ട് ഡീസൽ ബ്രസോ പരിചയപ്പെടാം. ഒരുപാട് പേര് ചോദിക്കണ വണ്ടിയാണ്. അതും നമുക്ക് ലോ പ്രൈസിൽ കൊടുക്കും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ. മോഡൽ എത്ര? 6,30,000 2017 VDI. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? വണ്ടി മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമില്ല? മെക്കാനിക് പരമായിട്ട്. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്? 75,000 അല്ലേ? ടയർ എത്ര ശതമാനം? ടയർ ഏകദേശം 80% ഓളുണ്ട്. കമ്പനി തന്നെ മാറിയാ. ഓണർഷിപ്പ് തേർഡിലല്ലോ. തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. ഈ പ്രൈസിൽ നിന്ന് കുറച്ചും കൊടുക്കാം അല്ലേ? എത്ര മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം? ഓക്കെ. മാക്സിമം ഫുള്ള് ലോൺ ലഭിക്കുന്ന വണ്ടിയാണ്. നല്ല സിബിൽ സ്കോറും ട്രാക്കും ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കേണ്ടി കൊണ്ടുപോകാം. ഓക്കെ. നമ്മൾ താൽക്കാലികമായിട്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മുനീർക്ക നമ്മുടെ പ്രേക്ഷകരൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രേക്ഷകർ വന്നാൽ റേറ്റിന്റെ കാര്യത്തിൽ തെറ്റിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ. മാക്സിമം നിങ്ങൾ റേറ്റ് അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇവിടുന്ന് ഡെലിവറി സമയത്ത് പോളിഷൊക്കെ ചെയ്ത് ഒരു പുതിയ വണ്ടി ഇങ്ങനെ ഡെലിവറി എടുക്കണം, ആ ഒരു ഫീലിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ ഡീസൽ എന്താ വെച്ചാൽ അത് അടിച്ചും കൊടുക്കണം. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടികൾ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ആസ്ക് ചെയ്യുമ്പോൾ വേറെ വല്ല വണ്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ടോക്കൺ ആക്കി വെച്ച തന്നെ വണ്ടികൾ കുറച്ച് വണ്ടിയുണ്ട്. ഇപ്പൊ ഇവിടെ വരാത്തോണ്ട് എന്തായാലും ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ വരാനുള്ള അൽക്കസാർ 2022 ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് വരാന്. പിന്നെ 17 ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ ഉണ്ട്. അതുപോലെ 2018 ഫുൾ ഓപ്ഷൻ i20 പെട്രോൾ ഉണ്ട്. പിന്നെ ഈ 15-16 സ്വിഫ്റ്റ് ഉണ്ട് പെട്രോള്. പിന്നെ ഒരു 2013 വാഗ്നർ ഉണ്ട്, ഒരു 2.25 ബഡ്ജറ്റിൽ വരുന്നത്. അങ്ങനെ 7-8 വണ്ടികൾ. അതെ, 7-8 വണ്ടികൾ നമ്മുടെ പേജിൽ ചെക്ക്ഔട്ട് ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ എന്തായാലും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിർബന്ധമായിട്ടും പ്രസ് ചെയ്ത്. നമ്മുടെ മുനീർക്കാൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ മാക്സിമം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നമ്മുടെ മുനീർക്കാക്ക് വേണം കേട്ടോ. പോകുന്നവരൊക്കെ നമ്മുടെ മുനീർക്കാൻ്റെ നമ്പർ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തൊന്ന് പരിചയപ്പെട്ടാൽ ആൾ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട ചെറുതായിട്ട് കുറച്ചേരൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇത് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് ഇന്നത്തെ സ്ക്രീനിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് തപ്പിപ്പിടിച്ച് വരുന്നവരേക്കും ഗുഡ് ബൈ.